അല്ലാ കൈ പൊള്ളുണ്ടല്ലോ. ഭയങ്കര പനിയുണ്ട് കുട്ടിക്ക്. നോക്കി നോക്കി മോന് നല്ല പനിയുണ്ട്. മോനൊന്ന് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോവേനി. നമ്മക്ക് ഇങ്ങോട്ട് നോക്കിയാണി. ആർക്ക് പനി പോയി രാത്രി ലൈറ്റ് ഓഫ് ആക്കിയ എന്റെ ഉറക്കം കളഞ്ഞ്. ഈ നേരം ഒടുക്ക് പോവാനാ? ഇപ്പൊ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഉണ്ടാവുള്ളൂ. രാവിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് പോവാം. പ്രൈവറ്റ് കൊണ്ടുപോക്കാനുള്ള പൈസ നിന്റെ അടുത്തില്ല. അത് കടന്നോട്, രാവിലെ നോക്കാം. വാങ്ങാതെ കണ്ട ആ ലൈറ്റ് ഓഫ് ആക്കിയ. നിങ്ങൾ ഈ കുട്ടീനൊന്ന് തൊട്ട് നോക്കിയാണ്. പൊള്ളണ ചൂടാതിന്. ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാനും ജീവിച്ചിരിക്കൂല കേട്ടോ. നിങ്ങൾ തൊട്ട് നോക്കി. വല്ലാത്ത പരിപാടിയാണ്. ഉറങ്ങാനും അയക്കൂല. എന്താ ചെയ്യാ? നല്ല പനിയാണല്ലോ. പ്രൈവറ്റിൽ കൊണ്ടുപോകാനുള്ള പൈസയാണെങ്കിൽ അതുമില്ല. ആരോട് ചോദിച്ചാലും അപ്പം നീ പൈസ കടം തരാം. എല്ലാവരോടും ചോദിച്ച് കടം വാങ്ങിയാണ്. ഇപ്പോൾ റഫീഖിനൊന്ന് വിളിച്ചു നോക്കാം. ഹലോ ഹലോ, റഫീഖല്ലേ? എടാ, മോന് തീരെ സുഖമില്ല. എടാ, ഓനൊന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനേനി. കുറച്ചും കൂടി പൈസ കടം തരുമോ? പലിശ കൃത്യമായിട്ട് ഞാൻ അടച്ചോളാം. ഒന്ന് ഗൂഗിൾ പേ ചെയ്യടാ. അടവ് ഞാൻ തെറ്റിക്കൂല, ഒക്കെ ഞാൻ അടക്കും. ഞാൻ പോരെ, കുട്ടീനെ കൊണ്ടുപോയി നോക്കാം. ഇതിലൊന്നെടുക്കി. ഭയങ്കര ചൂട്. ആരാ ഇപ്പൊ ബെല്ലടിച്ചു? ആരാ? ഞാൻ ആരാന്നൊക്കെ ഇവക്കറിയും അല്ലടി. എന്താടി ഒന്നും അറിയാത്ത പോലെ? 4 ദിവസം മുന്നേ രാത്രി ഉറക്കത്തിൽ വിളിച്ചിട്ട് നിന്റെ മാപ്പിള എത്ര പൈസ വാങ്ങിയാരോ? ഒന്നായിട്ട് ഇപ്പൊ കൂട്ടി 1.5 ലക്ഷം ഉറുപ്പ്യ എനിക്ക് തരാനാ. പടച്ചോനെ, എത്താപ്പ ഈ കുട്ടി പറയണേ? എന്താ ഇപ്പൊ വിചാരം? പൈസയും പലിശയും ഫുള്ളും കട്ടിപ്പന കിട്ടണം. കിട്ടിയേ മതിയാവും, അല്ലെങ്കിൽ ഉണ്ടല്ലോ നീ ഒന്ന് സഹകരിച്ചാ മതി. അല്ലാതെ ഇപ്പോൾ ഓട്ടൊന്നും ഓടിച്ചാണ്ട് ആ കടൊന്നും ഓന് വീട്ടാൻ കഴിയൂല. ഓക്കെ? നിങ്ങൾക്ക് എത്ര തരാനുള്ള വെച്ചാൽ ഞാൻ തന്നോളാം. അത് തന്ന് വീട്ടാനുള്ള സമയം എനിക്ക് വേണം. എത്രയാണാവോ മാഡത്തിന്റെ സമയം? 4 മാസം സമയം തരാം. അതിന്റെ ഉള്ളിലറ്റ തീർത്തിട്ടില്ലെങ്കിൽ രണ്ടാളും കേട്ടല്ലോ. എന്താ ചെയ്യേണ്ടത് എനിക്കറിയും. മേഡം നന്നായിട്ടൊന്ന് ആലോചിച്ചട്ടോ. ഇവള് ആള് കൊള്ളാലോ. എന്തെല്ലാം കാണണാവും. മക്കള് ബാസാലില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനും വേണൊരു ഭാഗ്യം.
എന്തപ്പോ രണ്ടാളും ഇങ്ങനെ ഇരിക്കണേ? അമ്മാ എത്രയാ പറ്റിയേ? ഇമ്മാന്റെ കുട്ടി ആ പലിശക്കാരൻ റഫീഖിനോട് പലിശക്ക് പൈസ വാങ്ങിനിയോ കടം? ഓനിവിടെ വന്നീനി. പിന്നെ ഡാഡി ഒന്നും അറിയാത്ത പോലെ 4 ദിവസം മുന്നേ രാത്രി ഉറക്കത്തിൽ വിളിച്ചിട്ട് നിന്റെ മാപ്പിള എത്ര പൈസ വാങ്ങിയാരോ? ഒന്നായിട്ട് ഇപ്പൊ കൂട്ടി 1.5 ലക്ഷം റുപ്യ എനിക്ക് തരാനാ. എന്താ ഇപ്പൊ വിചാരം? പൈസയും പലിശയും ഫോണിലും കടുപ്പന കിട്ടണം. കിട്ടിയേ മതിയാവും, അല്ലെങ്കിൽ ഉണ്ടല്ലോ നീ ഒന്ന് സഹകരിച്ചാ മതി. ഓൻ എന്തൊക്കെയാ പറയണ? ഞാനിപ്പോ എന്താ ചെയ്യാ നീ? ഇക്ക, ഇതെനിക്ക് നിങ്ങൾ മഹറായി തന്നതാ. ഇത് വിറ്റിട്ട് നിങ്ങൾ ആ കട ഒന്ന് വീട്ടണം. സ്വർണത്തിനൊക്കെ ഇപ്പൊ നല്ല വില ഉണ്ടല്ലോ. ഇത് സ്വർണ്ണല്ല, ഗ്യാരണ്ടിയാ. ഉമ്മ കേട്ടതൊക്കെ എനിക്കിനി ഒന്നും പറയാനില്ല. ഞാൻ പോവമ്മ. ചുടുക്ക പോണേ? ഞാൻ എൻ്റെ വീട്ടിക്ക് പോവുക. ഇതെല്ലാം കാണാൻ ഇന്നെന്തിനാ പഠിച്ചോമ്പടെ നിർത്തിയത്? മൂപ്പരപ്പന്നെ അങ്ങോട്ട് കൊണ്ടുപോയി കൂടേനോ? അപ്പൊ മോനോ? ഞാൻ വന്നപ്പോ മോർണിംഗ് കൊണ്ടല്ല വന്നീനിയത്. നിങ്ങൾ എന്താ വെച്ചാ തീരുമാനിച്ചോളി. എൻ്റെ അഭിപ്രായം ബാപ്പാരെ കുട്ടി അങ്ങോട്ട് തന്നെ പോകുക നല്ലത്. എൻ്റെ കുട്ടി അവിടെ അല്ലേ? ഇവിടെ എങ്ങനെ തെറ്റി വന്ന് നിൽക്കണമെന്നും ഇവിടെ ഒരു പതിവല്ല. നമ്മളെ കുടുംബത്തിലൊന്നും അങ്ങനെ ആരും ചെയ്യലില്ല. ഈ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? ഇനി എൻ്റെ അഞ്ചത്തിയാളെയും ആങ്ങളേനൊക്കെ കെട്ടാനും കെട്ടിച്ചാനൊക്കെ ഇവിടെ അല്ലേ? അതൊന്നും നടക്കൂല. ഈ ആട് പോയിക്കോ, അതാ നല്ലേ. എത്ര കട ഉണ്ടാകാനെന്താ? ഓന് ഓട്ടൊന്നും പോകയില്ലേ? എപ്പോഴെങ്കിലൊക്കെ ഒന്ന് പോവും. ഭയങ്കര മടിയാ ഓട്ടം പോവാൻ. എത്ര ആൾക്കാരുണ്ട് അന്തസ്സായിട്ട് ഓട്ടോ ഓടിച്ച് പെണ്ണുങ്ങളെയും കുട്ടികളൊക്കെ നോക്കണ്. ആ തെക്കിയിലെ ഫൈസലൊക്കെ നോക്കിയ ഓട്ടോ ഓടിച്ചാണ്ട് വലിയൊരു വീടൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇവിടെ ഗൾഫ് പോയാൽ വരെ ഉണ്ടാക്കുന്നില്ലാതി പെര. രാവും പകലൊക്കെ ഓടിച്ച് ഓട്ടോ ഓടിച്ചാണ്ട് എന്നെ പാതൊക്കെ ഉണ്ടാക്കി. പെൺകുട്ടികളാവുമ്പോ കുറച്ച് സഹിച്ചും ക്ഷമിച്ചൊക്കെ നിക്കണം മോളെ. ഉമ്മാന്റെ കുട്ടിയൊക്കെ വലുതാവുമ്പോഴാണ് ശരിയായിക്കോളൂ. ഇമ്മാന്റെ കുട്ടി ഓനോട് തെറ്റിക്കാണ്ട് ഇവിടെ നാള് വന്നില്ലേനോ? എന്തോ ഒരു പാവായിക്കാണ്ടാ ഓൻ വിളിച്ചാൻ വന്നത്. എനിക്കറിയില്ലേ, ഓൻ ആളൊരു പാവം തന്നെയാണ്. ഇമ്മാന്റെ കുട്ടി 2 ദിവസം ഇവിടെ നിന്ന് കാണ്ടുന്നിട്ട് പൊയ്ക്കോളി. അതേക്കാരപ്പം നല്ലത് ഉമ്മാന്റെ കുട്ടിക്ക്. എൻ്റെ അഭിപ്രായവും അതന്നെയാണ്. ഇല്ലമ്മ, നിങ്ങൾ പേടിക്കണ്ട. ഞാൻ എൻ്റെ മോൻ്റെ കൂടെ അവിടെ തന്നെ ജീവിക്കും. നിങ്ങൾക്ക് ഈ വയസ്സായോടുത്ത് ഞാൻ നിങ്ങൾക്കൊരു ഭാരമായി ഇവിടെ നിൽക്കൂല. പിന്നെ എൻ്റെ സങ്കടം കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നതാ. സാരല്ല, ഞാൻ എന്തെങ്കിലും ജോലി കിട്ടുമോ നോക്കട്ടെ. ഞാൻ പോവെന്നാൽ. ബാപ്പേ ഉമ്മ, ഞാൻ പോയി വരുന്ന. അസ്സലാമു അലൈക്കും. കടക്കാൻ വരി അജു, ഉമ്മച്ചി നാളെ സുബൈക്ക് എണീച്ചാണ്ട് ഓട്ടോ ഓടാൻ പോട്ടോ. ഓട്ടോ ഓടിക്കാന്. അപ്പളേ ഉമ്മച്ചിയുടെ കുട്ടി നല്ല കുട്ടിയായി. ഉമ്മമ്മ പറയണതൊക്കെ കേൾക്കണം കേട്ടോ. എന്നിട്ട് ഉമ്മമ്മ പറയണൊക്കെ കേട്ട് നല്ല കുട്ടിയായി സ്കൂൾക്ക് പോകണം കേട്ടോ. ലൈസൻസ് ഉണ്ടോ? ഉമ്മച്ചി പണ്ട് കാറിനൊക്കെ ലൈസൻസ് എടുക്കാൻ പോയില്ലേന്നോ? ആ ലൈസൻസ് ഉണ്ട്, മതി. ഏതായാലും ഉമ്മച്ചി പോകൂട്ടോ. അപ്പൊ നല്ല കുട്ടിയായിട്ട് പോണം കേട്ടോ. ബിസ്മിക്കല്ലാഹുമ്മ അമൂത്തു വ അഹിയ. ഞാൻ ഉറങ്ങിക്കോളി. അജു, രാവിലെ എണീക്കുമ്പോൾ ഉമ്മച്ചി ഉണ്ടാവില്ല അടുത്ത്. അപ്പം പ്രാർത്ഥിക്കാൻ മറക്കരുത് കേട്ടോ. എന്താ പ്രാർത്ഥിക്കുക?
അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമ അമാതന വൈലൈഹിൻ നുഷൂർ. ഞാൻ പോയി വരട്ടമ്മ. അസ്സലാമലൈക്കും. ബിസ്മില്ലാഹ്. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. തവക്കൽതു അലല്ലാഹ്. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. പോത്ത് പോലെ കടന്നുറങ്ങണതാ. എത്താപ്പ കാട്ടണ്? ഇൻ്റെ തന്നെ ആണല്ലോ മകന്, പറഞ്ഞിട്ട് കാര്യല്ല. ഓരോരോ വിധി. എൻ്റെ ഓട്ടോറിക്ഷൻ്റെ ഒച്ചല്ലേ ആരപ്പ്? അല്ല, എൻ്റെ വണ്ടി തന്നെ ആണല്ലേ. എവിടേക്കപ്പ പോണേ? ഇങ്ങനെ പാളി നോക്കി ബേജാറാവൊന്നും വേണ്ട. അത് ഓളെ വണ്ടി എടുത്ത് പോയതാ. പൈസ വേണ്ടേ? ഇവിടെ അങ്ങനെ കടന്നിറങ്ങി പോണമ്മ കളിച്ചു നിന്നാല് പൈസ ഉണ്ടാവുമോ? ആ ഓള് വണ്ടി കൊണ്ട് പോയതാ. ഈ സുഖമൊന്നും കിട്ടൂല ഓട്ടം പോയാൽ. ഓ, എത്തിയോ? അടക്ക്. ഇവിടെ ആണുങ്ങൾ ഉണ്ടാവുമ്പേ പെണ്ണുങ്ങൾ പണിക്കൊന്നും ഇഷ്ടമൊന്നുമില്ല. അടങ്ങി അടന്നോണ്ട് എൻ്റെ ഓട്ടോറിക്ഷ എടുക്കൊന്നും വേണ്ടഞ്ഞി. മനസ്സിലായോ? എന്ത്? നിങ്ങൾ ഓട്ടോറിക്ഷേ? ഓട്ടോറിക്ഷ ഉമ്മച്ചി വന്നല്ലോ. ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നല്ലോ. അത് പോയിക്കോട്ടോ. ഓട്ടോറിക്ഷ ഇവിടെ നിർത്തിയിട്ടിട്ട് കാര്യമുണ്ടോ? അത് ഓടിയാലല്ലേ നമുക്ക് പൈസ ഉണ്ടാവുള്ളൂ. നാട്ടുകാർ ഓരോന്ന് പറഞ്ഞു തുടങ്ങുന്നുണ്ട്. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയേ വേണ്ട. ഓരോന്ന് പറഞ്ഞാണ്ട് കേട്ടോ. അടങ്ങി അടന്നോണ്ടി. നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞോട്ടെ. ഇനി ഞാനേ ഒന്ന് ഓട്ടോ ഓടിച്ചിട്ട് പൈസ കിട്ടുമോ നോക്കട്ടെ കേട്ടോ. നിങ്ങൾ ഗെയിമും കളിച്ചിവിടെ ഇരുന്നോളി. ഓട്ടോ ഇവിടെ ഉണ്ട്. അത് ഓടിക്കാതെ അങ്ങനെ മടിയും കാണിച്ച് നാട്ടുകാരോടെല്ലാം കടം വാങ്ങി പലിശക്കാർ തിരഞ്ഞ് വീട്ടിൽ വരാൻ തുടങ്ങി. എന്നുണ്ട് ഞങ്ങളോട് പറയണം, ഒന്ന് സുബൈക്ക് എണീച്ചുകാണ്ട് ഒന്ന് ആ ഓട്ടോ ഓടിക്കാൻ പോയി നോക്കിയെന്ന്. ഓട്ടോ ഓടിച്ച് 1 രൂപ പോലും കടല്ലാതെ എത്ര ആൾക്കാരുണ്ട് നമ്മളെ ചുറ്റുപാടിൽ തന്നെ. പിന്നെ അന്തസ്സായിട്ട് ജീവിക്കണോല്. ഇജ് വിചാരിക്കണ പോലെ നല്ല കാര്യങ്ങൾ. ഇനി എന്ത് തന്നെ ആയാലും ശരി, എൻ്റെ മനസ്സ് മാറ്റാൻ നിങ്ങൾ നോക്കണ്ട. ഞാൻ എന്തായാലും പോവും. കടം വീട്ടാൻ പറ്റുമോന്നൊക്കെ ഞാനൊന്ന് നോക്കട്ടെ. ഇമ്മാന്റെ കുട്ടി ഉച്ചക്കേ ഇങ്ങോട്ട് വരാൻ കഴിയൂലെങ്കിൽ ചോറ് വാങ്ങി തിന്നണം കേട്ടോ. ഹോട്ടലിൽ നിന്ന് പട്ടിണി കടന്നൊന്നും ഓടണ്ട കേട്ടോ. ഞാൻ കഴിച്ചോണ്ട് ഉമ്മ. പിന്നെ ഇമ്മ ഇത് നിങ്ങൾ വെക്കിട്ടോ. ഉമ്മാന്റെ കുട്ടി അത് വെച്ചോ. ഉമ്മാന്റെ കുട്ടി തന്നെ പാത്ത് വെച്ചാൽ മതി. അതവിടെ നിന്നോട്ടെ. ഞാൻ എന്നും നിങ്ങൾക്ക് തരും. ഇൻഷാ അല്ലാ നമ്മളെ കടക്ക് നമുക്ക് വീട്ടണം കേട്ടോ. നിങ്ങൾ എടുത്ത് വെച്ചോളി. ഞാൻ പോയിട്ടമ്മ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഹലോ, നമ്മളൊക്കെ ഇവിടെ വരായിട്ട് ലൈനപ്പായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ ആ ചങ്ങായി അത് ഓളെ വണ്ടിയൊക്കെ പോയി കേൾക്കും. അരികൂടെ പോട്ടെ.
എത്ര പൈസയാണ്? 50 30 രൂപ. അല്ല 30 തന്നെ ഹോട്ടലേ ഉള്ളൂ. 30 തന്നെ ഹോട്ടലിൽ 50 ഹോട്ടൽ ഓടണമെങ്കിൽ എണ്ണ അടിച്ചണം. അതന്നെ. പിന്നെ ചെരുപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോയിട്ടാളേ ഇവിടെ ഞാൻ ഇനിയിപ്പം വേറെ ഇനി വേറെ ഇല്ല. ഇല്ല 50. ആ ശരി. ആയി. ഓരോന്നും ഇങ്ങോട്ട് കയറിക്കോളും മനുഷ്യനെ മെനക്കെടുത്തനായിട്ട്. എന്നാ ബസ് കയറിക്കോളുക്ക്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമല്ലേ? എന്നാൽ അപ്പോഴൊന്നും എൻ്റെ ജീവിതം ഇതോടെ തീർന്നു എന്ന് ചിന്തിച്ച് ഒരു കഷ്ണം കയറിൻ തുമ്പിൽ ജീവിതം അവസാനിപ്പിക്കാതെ, ജീവിതത്തിലുണ്ടാവുന്ന നന്മയും തിന്മയും ദൈവത്തിൻ്റെ പരീക്ഷണമാണ് എന്ന വിശ്വാസത്തോടെ, പരാജയം വിജയത്തിൻ്റെ മുന്നോടിയാണ് എന്ന ബോധ്യത്തോടെ, തോൽപ്പിക്കാൻ ആഗ്രഹിച്ചവരുടെ മുന്നിൽ പൊരുതി അന്തസ്സായി ജീവിക്കുന്നു അവൾ.